നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ഷാഗോപുരം മാഗസിൻ സ്റ്റഡി ആർട്ടിക്കിൾ നമ്പർ 43. യഹോവ തൻ്റെ സംഘടനയെ നയിക്കുന്നു എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഈ പിക്ചറുള്ള സ്റ്റഡി എഡിഷൻ ആർട്ടിക്കിൾ യഹോവ സാക്ഷികളുടെ വെബ്സൈറ്റായ jw.org പോയി സെർച്ച് ബട്ടണിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അതിൻ്റെ ആദ്യം തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്യമാണ്, സൈന്യത്താലോ ശക്തിയാലോ അല്ല, എൻ്റെ ആത്മാവിനാൽ എന്ന് സൈന്യങ്ങളുടെ അധിപനായ യഹോവ പറയുന്നു. അവിടെ തന്നെ ഞാൻ ഓർത്തു, എൻ്റെ ആത്മാവിനാൽ. So it is through the Spirit of God, not the spirit of this organization. കാരണം അവർ പറയുന്നത് അവരുടെ ഓർഗനൈസേഷനിൽ ദൈവത്തിന് ഡയറക്റ്റ് അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് അവരുടെ സാക്ഷികളുടെ ഓർഗനൈസേഷനിൽ അവർ മാസികയുടെ രൂപത്തിലും അങ്ങനെ പല രീതിയിൽ വീഡിയോസായിട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സൈന്യത്താലോ ശക്തിയാലോ അല്ല, എൻ്റെ ആത്മാവിനാൽ എന്ന് സൈന്യങ്ങളുടെ അധിപനായ യഹോവ പറയുന്നു. ഇനിയും നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. സ്നാനമേറ്റതിന് ശേഷവും ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നാനമേറ്റ ഒരാളാണോ? അങ്ങനെയെങ്കിൽ യഹോവയിലുള്ള വിശ്വാസവും യഹോവയുടെ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സൊരുക്കം നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഓർഗനൈസേഷനിലും, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം, യഹോവയിലുള്ള വിശ്വാസവും യഹോവയുടെ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സൊരുക്കവും നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്നാനമേറ്റിട്ടുണ്ടെങ്കിൽ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെൻറ്റൻസാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ യഹോവ സാക്ഷികൾ, എനിക്ക് ഒത്തിരി കസിൻസും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. ഈയിടെയാണ് ഞാൻ ഇത് ഇങ്ങനെ ഓർഗനൈസേഷനിൽ പേരിലാണെന്ന് അറിയുന്നതും. ഞാൻ അവിടെ 2-3 കസിൻസിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അപ്പം ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ബാപ്റ്റിസം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഓർഗനൈസേഷനിലേക്കാണ് ഇവരെ ബാപ്റ്റിസം ചെയ്യുന്നതെന്ന്. സോ ഇവിടെ അവർ പരസ്യമായിട്ട് ഇവിടെ തന്നെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ സ്നാനമേറ്റിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി ദേ ഹാവ് ഓൾറെഡി ആക്സെപ്റ്റഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സൊരുക്കം നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് വോണ്ട് ബി എ ഷോക്ക് ഫോർ മൈ റിലേറ്റീവ്സ് ഓർ ഓൾസോ ഫോർ ദ ജെഹോവസ് വിറ്റ്നസ്. പക്ഷേ വേർ ഇസ് എ സ്ക്രിപ്ചർ റെഫറൻസ്? അതാണ് എനിക്കതിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഇവർ ബൈബിളാണ് ആസ്പദമാക്കി പഠിക്കുന്നതെന്നും പറയുന്നു. വേർ ഈസ് ദ ബൈബിൾ റെഫറൻസ് ഫോർ ദിസ് പർട്ടിക്കുലർ സെൻറ്റൻസ്? അങ്ങനെയെങ്കിൽ യഹോവയിലുള്ള വിശ്വാസവും യഹോവയുടെ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സൊരുക്കം നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേർ ഇസ് എ സ്ക്രിപ്ചർ റെഫറൻസ്? സ്ക്രിപ്ചർ നോക്കുവാണെങ്കിൽ പറയുന്നത്, അപ്പോസ്തല പ്രവർത്തികൾ 2:38 പറയുന്നത്, Then Peter said unto them, Repent and be baptized, every one of you, in the name of Jesus Christ, for the remission of sins, and you shall receive the gift of the Holy Ghost. Matthew 28:19 പറയുന്നത്, Go you therefore and teach all nations, baptizing them in the name of the Father and of the Son and of the Holy Ghost, അല്ലെ Holy Spirit എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇവിടെ ഓർഗനൈസേഷനിലോട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സൊരുക്കം പ്രഖ്യാപിക്കണമെന്ന് ഇവിടെ ഈ 2 വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ കാണുമോ നിങ്ങൾക്കൊരു സ്റ്റാർ? അപ്പം ആ പദപ്രയോഗത്തിൻ്റെ വിശദീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യഹോവയുടെ സംഘടനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. സ്വർഗത്തിലൊരു ഭാഗവും ഭൂമിയിൽ ഒരു ഭാഗവും. ഭൂമിയിലെ ഭാഗത്തെ ഉദ്ദേശിച്ചാണ് ഈ ലേഖനത്തിൽ സംഘടന എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യഹോവയുടെ സംഘടനയോട്, അതായത് ഭൂമിയിൽ ഉള്ള ആൾക്കാരോടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അടുത്ത ഇതിൽ കാണാൻ പറ്റും. ഇവർ അടുത്ത പാരഗ്രാഫ് 4 ദൈവം പക്ഷപാതമുള്ളവനല്ല എന്ന് പറയുന്നു. ഓക്കെ, ഫോർ ദർ ഇസ് നോ റെസ്പെക്റ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഗോഡ്. ദൈവത്തിന് പക്ഷപാതമില്ല. വെരി ട്രൂ. ബട്ട് ഞാൻ വിചാരിക്കുന്നത്
ദ ഗോഡ് ഓഫ് ജഹോവാസ് വിറ്റ്നസ് ഈസ് പാർഷ്യൽ. യഹോസാക്ഷികളുടെ ദൈവം, യഹോവ എന്ന ഒരു സിമിലർ നെയിമാണുള്ളത്. ആ ദൈവത്തിന് ഈസ് പാർഷ്യൽ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടത് യഹോവയുടെ സംഘടനയ്ക്ക് 2 ഭാഗങ്ങളുണ്ടെന്നാണ്. സ്വർഗത്തിലൊരു ഭാഗവും ഭൂമിയിലൊരു ഭാഗവും. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ അറിയണമെങ്കിൽ സ്വർഗത്തിലുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 144,000 പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഹെവൻ എന്നാണ് ഇവരുടെ അനോയിൻറ്റഡ് വൺ. ദേ ആർ ദ അനോയിൻറ്റഡ് വൺ, ദേ വിൽ ബി ഗോയിങ് ഇൻ ടു ഹെവൻ. ആൻഡ് ദ അതർ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലിവിങ് ഓൺ ദിസ് എർത്ത്, ഇൻ ദ ന്യൂ എർത്ത് എന്നാണ് അവരുടെ പഠിപ്പീര്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന് കുറച്ച് പേരോട് 144,000 പേരോട് ഇച്ചിരി കൂടുതൽ ഒരു പൊസിഷൻ കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്നേഹം, ബാക്കിയുള്ളവരോട് ഇച്ചിരി സ്നേഹക്കുറവോ, അല്ലെങ്കിൽ ഹീസ് സീയിങ് പീപ്പിൾ ഇൻ ടു ഡിവൈഡിങ് ദ പീപ്പിൾ ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ക്യാൻ യു സീ ദാറ്റ്? But Jesus never said that. So if you look here, you can see Jesus never speaks of having 2 flocks, an earthly and heavenly class of followers. Jesus has one bride, and she is not divided into 2 camps. Those with their name in the book of life enter the New Jerusalem, and those whose names are not in the book of life are thrown into the lake of fire. This does not leave room for a middle class. അതായത് കുറേ പേര് ദൈവസന്നിധി പോകുന്നു, കുറേ പേര് ഹെല്ലി പോകുന്നു, കുറച്ച് പേര് മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നു. ദിസ് ഡസ് നോട്ട് ലീവ് റൂം ഫോർ എ മിഡിൽ ക്ലാസ്. ഓൾ ഓഫ് ഗോഡ്സ് പീപ്പിൾ ആർ ടുഗെദർ ഇൻ ദ ന്യൂ ജെറുസലേം, നോട്ട് പാർട്ട് ഹിയർ ആൻഡ് നോട്ട് പാർട്ട് ദെയർ. പിന്നെ ഇത് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ഹു വാസ് എ ജഹോവാസ് വിറ്റ്നസ് ആൻഡ് പാസ്ഡ് അവേ 2 years ago, ഗ്രാൻഡ് മദറുമായിട്ട് ഞാൻ ഇതുപോലെ ഈ ലേക്ക് ഓഫ് ഫയറിനെ പറ്റിയും കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞത്, ഇല്ല ഞാനൊക്കെ ഭൂമിയല്ല ജീവിക്കേണ്ടത്, ഞാൻ ഒന്നും അങ്ങ് ഹെവനിൽ പോകത്തില്ല, അങ്ങനെയല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് കറക്റ്റായിട്ട് ദൈവം ബൈബിളിൽ പറയുന്ന പോലും ആരും വായിക്കുന്നില്ല. ഇവരുടെ പ്രസിദ്ധീകരണം വായിച്ച് അവരുടെ ഉള്ള ബുദ്ധിയും കൂടെ കിട്ടുപോവുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഗവേണിംഗ് ബോഡീസ് ഇൻഡോക്ട്രിനേഷൻ. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രിസ്തീയ യോഗങ്ങളിലൂടെ യഹോവ നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ അത് നന്നായി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വയൽ സേവന ഗ്രൂപ്പിനൊപ്പം ക്രമമായി ശുശ്രൂഷയിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് പുരോഗമിക്കാൻ ആവശ്യമായ സഹായം അവിടെ നിന്ന് ലഭിക്കും. ക്രിസ്തീയ യോഗങ്ങളിലൂടെ യഹോവ നമ്മെ പരിശീലിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഇവരുടെ യോഗം അല്ലെങ്കിൽ ഇവരുടെ മീറ്റിങ്സ് എന്ന് പറയുന്നത് അവിടെ ഡ്രാമയുണ്ട്, എങ്ങനെ ഡോർ നോക്ക് ചെയ്യാം. ഇപ്പം ആക്ച്വലി ഡോർ നോക്കിംഗ് ഇല്ല, ഇപ്പം ഫോൺ വിളിയാണ് മജോറിറ്റി ഓഫ് ദ പ്ലേസിലും. അപ്പോൾ ഇപ്പം ഡ്രാമ മാറ്റി കാണും. ഇപ്പം ഫോണിൽ എങ്ങനെ വിളിച്ച് എങ്ങനെ സ്റ്റഡി നടത്താം എന്നായിരിക്കും പരിശീലിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ബൈബിൾ നോക്കുകയാണെങ്കിൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനം അത് നമ്മൾക്ക് പഠിക്കാനായിട്ട് ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് യു ഇൻ ടു ഓൾ ട്രൂത്ത് എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ നല്ല മനസ്സോടുകൂടി ബൈബിൾ തുറന്ന്, കർത്താവേ യേശു നീ എന്നെ വഴി നടത്തണമേ, യു ടേക്ക് മീ ഷോ മീ ദ ട്രൂത്ത് in this scriptures and show me where you are in the scriptures. യേശുവിനെ നമ്മൾക്ക് ബൈബിളിൽ കാണാൻ from the beginning, from Genesis to Revelation, if you can see Jesus wrote the Bible, that's it, that's all you need to know. പിന്നെ നന്നായി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വയൽ സേവന ഗ്രൂപ്പിനോടൊപ്പം ക്രമമായി ശുശ്രൂഷയിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് പുരോഗമിക്കാൻ ആവശ്യമായ സഹായം അവിടെ നിന്ന് ലഭിക്കും. അവരുടെ നല്ല മാതൃകകൾ നിങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും പ്രസംഗ പ്രവർത്തനത്തിൽ തുടരണം. അതൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രശ്നം വന്നിരുന്നാലും അവരുടെ വീക്ക്ലി കാര്യങ്ങൾ ചെയ്ത് വീക്ക്ലി ഇവരുടെ അവേഴ്സ് ഇത്ര മണിക്കൂർ ഞാൻ വയൽസേവനം നടത്തി അല്ലെങ്കിൽ ഫോൺ വിളിച്ചു എന്ന് എഴുതി സൈൻ ചെയ്ത് എൽഡേഴ്സിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇവരെ ആക്റ്റീവ് മെമ്പേഴ്സ് അല്ലാന്നും പറഞ്ഞ് ഇവരെ മാറ്റിക്കളയും. അതുകൊണ്ട് ദേ ആർ ഫിയർഫുൾ അബൌട്ട് ദിസ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കാണാനുള്ളത് പാരഗ്രാഫ് 12 നോക്കുവാണെങ്കിൽ, യഹോവയുടെ ജനത്തിനിടയിൽ കാര്യങ്ങളെല്ലാം ചിട്ടയോടും ക്രമമായി നടക്കാൻ അവർക്കിടയിൽ സമാധാനം നിലനിർത്താൻ യഹോവയുടെ സംഘടന തുടക്കം മുതൽ തന്നെ നല്ല ശ്രമം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ, നിങ്ങൾ മറ്റൊരു സഭയിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ഒരു മീറ്റിങ്ങിന് പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെ വീക്ഷാപൂര പഠനം നടക്കുമ്പോൾ ചർച്ച എങ്ങനെയാണ് നടക്കുന്നതെന്നോ ഏത് ലേഖനം പഠിക്കുന്നതെന്നോ നിങ്ങൾക്കൊരു സംശയം കാണില്ല. നിങ്ങൾക്ക് സ്വന്തം സഭയിലായിരുന്നത് പോലെ തോന്നും. അതെ, കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകമെമ്പാടും
ലോകമെമ്പാടും ഒരേ സമയത്ത് അല്ലെങ്കിൽ ടൈം അനുസരിച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ദേ സ്റ്റഡി ദ സെയിം വാച്ച് ടവർ, ദേ റീഡ് ദ സെയിം ബൈബിൾ റീഡിങ്, ദേ സിങ് ദ സെയിം സോങ്. സോ ദർ ഈസ് യൂണിറ്റി ഉള്ളതാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കോൾഡ് യൂണിറ്റി, ഇറ്റ്സ് കോൾഡ് യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി ഈസ് വെൻ വി ഓൾ ബിലീവ് ദ സെയിം തിങ് ആൻഡ് പ്രാക്ടീസ് ദ സെയിം തിങ്. ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോമിറ്റി. ഐക്യമല്ല അവിടെ കാണുന്നത്. കാരണം ബൈബിളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും ഒരേ ഇതിൽ സംസാരിക്കണോ അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ചെയ്യണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓരോ ലോക്കൽ ചർച്ചിനും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ലോക്കൽ ചർച്ചിൽ അല്ലെങ്കിൽ ലോക്കൽ ഏരിയയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വേണം പ്രാർത്ഥിക്കുവാനും അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുവാനും ഒന്നും ഇവർക്ക് സമയമില്ല. കാരണം ഇവരുടെ ഗവേണിംഗ് ബോഡി പറയുന്ന പാട്ട് പാടണം, ഇവരുടെ ഗവേണിംഗ് ബോഡി പറയുന്ന ബൈബിൾ വാക്യങ്ങളെ വായിക്കാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദർ ഇസ് നോ ചോയ്സ് ഫോർ ദം. ഗോഡ് ഹാസ് ഗിവൺ അസ് എ ചോയ്സ്. ഐദർ യു ടേക്ക് ഗുഡ് ഓർ ബാഡ് അല്ലേ? ഡ്യൂട്രോണമി കാണാൻ പറ്റുന്ന I have given you life and death. Choose life. It will be good for you and for your children. But God has given us a choice. But here they don't have any choice. They have to sing the same song whether they like it or not. They have to read the same Bible. Even if they have got other Bible references to back up, they can't say any of those because that is against their against the line or against their policy. So it is not actually nice, or it is not according to the word anyway. ഇതാണ് എനിക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ആം ഐ ഒബീഡിയൻറ്റ് ടു ഗവേണിംഗ് ബോഡീസ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ ഞാൻ നോക്കുമ്പോൾ സഭയിൽ ഐക്യവും സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ നേതൃത്വം എടുക്കുന്നവരെ ഞാൻ എപ്പോഴും അനുസരിക്കുന്നുണ്ടോ? അതായത് ഗവേണിംഗ് ബോഡി ഡസൻറ്റ് വാണ്ട് എനിവൺ ടു ക്വസ്റ്റ്യൻ ദം. ഗവേണിംഗ് ബോഡിയിലുള്ള മെമ്പേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് താല്പര്യമില്ല. അവർ പറയുന്നത് കണ്ണടച്ച് അത് സൗണ്ടായിട്ട് തോന്നിയില്ല എങ്കിൽ പോലും നിങ്ങളത് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. കാരണം അധികാരത്തിലുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് അവരുടെ വാക്യം. ഈയിടെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അതായത് അവരുടെ ഗവേണിംഗ് ബോഡിയിലൊരു I think it is Stephen left, I think. I'm not 100% sure. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ രാജ്യ ഹോൾ ഒരു പെയിൻറ്റ് ബ്രഷ്, അതായത് വെരി മൈന്യൂട്ടായിട്ടുള്ള ചെറിയ തിൻ ലൈനർ കൊണ്ട് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നിങ്ങൾ ഓർക്കും എന്തുകൊണ്ട് വലിയ പെയിൻറ്റും അല്ല റോളർ കൊണ്ട് പെയിൻ്റ് അടിച്ചുകൂടാ എന്ന്. പക്ഷേ എങ്കിലും നിങ്ങൾ എന്തെങ്കിലും ആട്ടെ, അതെനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും ഞാൻ ഏതെങ്കിലും ഗവേണിംഗ് ബോഡി അല്ല അതോറിറ്റി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി നാളുകൊണ്ട് നമുക്ക് ആ പെയിൻ്റ് അടിക്കാൻ സാധിക്കും. നിങ്ങൾ ആ പെയിൻ്റ് അടി മൂലം നിങ്ങൾ സുഹൃത്തുക്കളെ നേടും. ഞാൻ അന്നേരം ഓർത്തു, മൈ ഗുഡ്നസ്, this is unbelievable. God has given us wisdom. God has given us the tools, the right tools to use at the right time. And they are saying that they have to use a paintbrush to paint the whole kingdom hall. Unbelievable. So ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് നേതൃത്വം എടുക്കുന്നവരെ ഞാൻ എപ്പോഴും അനുസരിക്കുന്നുണ്ടോ എന്ന് അവർ തന്നെ ചോദിക്കണം. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താ പറ്റുന്നത്? അയ്യോ, ഞാൻ അന്ന് ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി അത് ചെയ്തുകൂടാ എന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. ഇൻ ഷോർട്ട്, governing bodies pushing their agenda. They don't want their people to see the reality in the scriptures. അവരുടെ യഹോവ സാക്ഷികളുടെ ദൈവത്തിൻ്റെ പേര് യഹോവയാണ്. പക്ഷേ there are a lot of difference with the Jehovah in the Bible. So you have to think, friends. And if you have relatives or friends that are in this organization, talk to them. Study your Bible, not their watchtower. Study the Bible study. Continue the Bible study and ask Lord Jesus to open your eyes. 1 John 2:27 says, "As for you, the anointing which you have received from him abides in you, and I have no need for anyone to teach you." Kando, there is no need for anyone to teach you as long as you have the anointing, or as long as you abide in Christ. But as his anointing teaches you about all things and is true and is not a lie, and just as it has taught you, you abide in him. John 14:6 says, "I am the way, I am the truth, and I am the life. No one comes to the Father except through me." So Jesus is saying that he is the way, he is the truth, and he is the life. And once we abide in him and he abides in us, we will know the truth, and that truth will set us free. So friends, trust in Jesus. He is the only way, he is the only truth,
that you need to know in this world. And He will guide you. He will keep you safe. He will protect you. He will give you wisdom. He is not a communist person. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ അവരുടെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നില്ല. He has given us a choice to choose life or choose death. It's up to us whether we choose good or bad. Whatever we take, we will have the consequences. So I encourage you, friends, open your eyes and see the reality. They are just pushing their agenda. They are brainwashing you. There is no truth in them. Thank you for watching. Please share this with your friends. Give me a thumbs up, because as more likes comes, more subscribers come, my channel will be accessible to other people as well. So let's share this message to those who really need this. And I need your help, guys. I need your help. Thank you, everyone. Bye-bye.